സിനിമാ ലോകത്ത് മറ്റാർക്കും നേടാനാകാത്ത താരറാണി സ്ഥാനം നേടിയെടുത്ത് മുന്നേറുകയാണ് സൂപ്പർ സ്റ്റാർ നയൻതാര. ഇന്ന് കരിയറിനോടൊപ്പം തന്റെ കുടുംബജീവിതത്തിനും വലിയ പ്രാധാന്യം നൽകുന്ന ഈ താരം ഉയിർ, ഉലകം എന്നീ 2 ഇരട്ടക്കുട്ടികളുടെ അമ്മ കൂടിയാണ്. ഷൂട്ടിംഗ് തിരക്കുകൾ മക്കൾക്കൊപ്പമുള്ള സമയത്തെ ബാധിക്കാതിരിക്കാൻ നയൻതാര പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. സംവിധായകൻ വിഘ്നേഷ് ശിവൻ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളെക്കുറിച്ചും നയൻതാര പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ നയൻതാരയുടെ ജീവിതത്തിൽ ഒരു വലിയ വിഷമമാണ് തന്റെ ഇന്നത്തെ സന്തോഷവും വിജയങ്ങളും കാണാൻ പിതാവ് കുര്യന് കഴിയുന്നില്ല എന്നത്. പിതൃദിനത്തിൽ നയൻതാര തന്റെ പിതാവിനോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചതോടെയാണ് ഈ വിഷയത്തിന് വീണ്ടും പ്രാധാന്യം വന്നത്. ബിയോണ്ട് ദ ഫെയറി ടെയിൽ ഡോക്യുമെന്ററിയിലെ ഹൃദയഭേദകമായ വെളിപ്പെടുത്തലുകൾ. നയൻതാരയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയായ നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ പിതാവിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് നയൻതാരയും നടിയുടെ അമ്മ ഓമന കുര്യനും മനസ്സ് തുറന്നിരുന്നു. പിതാവിന് ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഏറെ ബാധിച്ചുവെന്നും ഇരുവരും വെളിപ്പെടുത്തി. രജനി സാറിന്റെ പടത്തിന്റെ കൂടെ അച്ഛനുണ്ടായിരുന്നു, അമ്മ ഓമന കുര്യൻ ഓർമ്മിപ്പിച്ചു. ഇത്രയും വലിയ വിഷയമായി തീരുമെന്ന് തങ്ങൾക്കറിയില്ലായിരുന്നു. മകളുടെ കരുതലിനെ കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഓമന കുര്യൻ നിറക്കണ്ണുകളോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്തിൽ ഇതുപോലൊരു മോളെ ആർക്കും കിട്ടില്ല. എത്ര തിരക്കിലാണെങ്കിലും കുറഞ്ഞത് 3-4 പ്രാവശ്യം അവൾ വിളിക്കും. എല്ലാം ഓക്കെ അല്ലേ, അമ്മ ഫുഡ് കഴിച്ചോ, അച്ഛൻ എവിടെ എന്നൊക്കെ ചോദിക്കും. അച്ഛനെ നോക്കുന്നത് തനിക്ക് പറയാൻ പറ്റില്ല, അതുപോലെയാണ് തന്റെ മോൾ നോക്കുന്നത്. ഇതുപോലൊരു മോളെ കിട്ടിയതിൽ തങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യം ചെയ്തവരാണെന്നും അന്ന് ഓമന കുര്യൻ പറഞ്ഞിരുന്നു. പിതാവിന്റെ കിടപ്പിലായ അവസ്ഥയെക്കുറിച്ച് നയൻതാരയും അന്ന് ഡോക്യുമെന്ററിയിൽ ഏറെ വൈകാരികമായി സംസാരിച്ചു. 13-14 വർഷമായി അച്ഛന് സുഖമില്ല. താൻ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് 2-3 വർഷം അദ്ദേഹം ഓക്കെ ആയിരുന്നു. എന്നാൽ പിന്നീട് പതിയെ അദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ മോശമാകാൻ തുടങ്ങി. ഓർമ്മയില്ലാതായി. ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളാണ്. 100 പ്രശ്നങ്ങൾ വേറെയുമുണ്ട്. ഒരു ആരോഗ്യ പ്രശ്നം പറഞ്ഞാൽ അത് അദ്ദേഹത്തിനുണ്ടാകും. സഹോദരൻ ദുബായിൽ സ്ഥിരതാമസമാക്കിയതിനാൽ അടിയന്തര സാഹചര്യങ്ങളിൽ എത്താൻ കഴിയില്ലെന്നും നയൻതാര വെളിപ്പെടുത്തി. ഇത്രയും വർഷം തന്റെ അമ്മയാണ് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചത്. ഫോൺ ചെയ്താൽ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഒരുപാട് വർഷങ്ങളായി അമ്മയുടെ ജീവിതം ഇതാണ്. ഒരു കുഞ്ഞിനെ പോലെയാണ് നോക്കുന്നത്. പ്രോപ്പറായ ICU തങ്ങളുടെ വീട്ടിലുണ്ട്. അമ്മ ഒരു കുഞ്ഞിനെ പോലെ അദ്ദേഹത്തെ നോക്കുന്നു. തനിക്കും ചേട്ടനും എപ്പോഴും അച്ഛനാണ് ഹീറോ. തങ്ങൾ ജീവിതത്തിൽ മെച്ചപ്പെടുമ്പോൾ അദ്ദേഹം അത് അറിയുന്നില്ല. നയൻതാരയുടെ ഈ വാക്കുകൾ പലരുടെയും കണ്ണുകൾ നനയിപ്പിക്കുന്നതായിരുന്നു. അടുത്തിടെ പുറത്തിറങ്ങിയ നയൻതാരയുടെ സിനിമ ടെസ്റ്റിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചിരുന്നത്. ഈ ചിത്രത്തിൽ മീര ജാസ്മിൻ, മാധവൻ, സിദ്ധാർത്ഥ് എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തിയിരുന്നു. നിലവിൽ 1-ലേറെ സിനിമകളുടെ തിരക്കിലാണ് താരം. തമിഴിൽ മൂക്കുത്തി അമ്മൻ 2ാം ഭാഗം ഉൾപ്പെടെയുള്ള സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. മലയാളത്തിൽ നിവിൻ പോളി നായകനായ ഡിയർ സ്റ്റുഡൻസ് ആണ് റിലീസ് ചെയ്യാനുള്ളത്. മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലും നയൻതാരയാണ് നായിക. ഈ ചിത്രത്തിൽ മോഹൻലാൽ, മമ്മൂട്ടി, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് എന്നത് പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുന്നതാണ്.
തെലുങ്കിൽ ചിരഞ്ജീവിക്കൊപ്പമുള്ള സിനിമയുടെ ഷൂട്ടിംഗും പുരോഗമിക്കുകയാണ്. കുടുംബത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടും തന്റെ കരിയറിലെ കൊടുമുടിയിൽ നിന്നുകൊണ്ടും നയൻതാര നടത്തുന്ന ഈ മുന്നേറ്റങ്ങൾ അഭിനന്ദനാർഹമാണ്. താരറാണിയുടെ പുതിയ സിനിമകൾക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ.